പ്രൈസ് ഗോഡ്. നമ്മുടെ അറിവ്, നമ്മുടെ നോളജ്, അതിനൊരു ലിമിറ്റുണ്ട്. സങ്കീർത്തനം 147:5 പറയുന്നത്, നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനും ആകുന്നു, അവൻ്റെ വിവേകത്തിന് അന്ത്യം ഇല്ല. ലിമിറ്റ്ലെസ് ആണ് ദൈവത്തിൻ്റെ ജ്ഞാനം. അത് ലിമിറ്റ്ലെസ് ആണെന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ അർത്ഥം എന്തുവാ? മനുഷ്യരുടെ ജ്ഞാനത്തിന് ലിമിറ്റുണ്ട്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തിയിൽ അധ്യായം 3 നമുക്കൊരു ക്രിപ്പിൾഡ്, ഒരു ജന്മന അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ട് വന്ന് അവനെ ദേവാലയത്തിൽ ചെല്ലുന്നവരോട് ഭിക്ഷ യാചിപ്പാൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ടായിരുന്നു. അത് അന്ന് നടന്ന സംഭവമല്ല, എവരി ഡേ. അതായത് ഇപ്പം നിങ്ങൾ ഒരു ജോലിക്ക് പോകുന്ന വ്യക്തിയാണ്, നിങ്ങൾ രാവിലെ എണ്ണീറ്റ് ആ ജോലിക്ക് പോകുന്നു, ജോലി കഴിഞ്ഞ് തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞ പോലെ ഒരാൾ, ഒരു ഡോക്ടറാണെങ്കിൽ അദ്ദേഹം ഹോസ്പിറ്റലിൽ പോകണം, ഒരു ശുശ്രൂഷകനാണെങ്കിൽ ശുശ്രൂഷയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെയായിരുന്നു ഈ ഒരു മുടന്തൻ്റെ ജീവിതം. രാവിലെ എല്ലാവരും രാവിലെ എല്ലാവരും ജോലിക്ക് പോകുന്നു, പുള്ളിയും അതുപോലെ ജോലിക്ക് പോവുമായിരുന്നു. പുള്ളീനെ കൊണ്ട് സുന്ദരം എന്ന ദേവാലയം, പുള്ളിയുടെ ജോലി അതാ. പുള്ളി തന്നെ പോകാൻ പറ്റാത്തതുകൊണ്ട് ആരെങ്കിലും അവിടെ ഇരുത്തും. പുള്ളി അവിടെ ഏൺ ചെയ്യും. ജോലിക്ക് പോകുന്ന എന്തിനാ? സമ്പാദിക്കുക. അപ്പോൾ പുള്ളി അവിടെ ഇരുന്ന് സമ്പാദിച്ച് പുള്ളി തിരിച്ചു പോകും. ഒരാള് ജോലി ചെയ്ത് മാസാവസാനം ശമ്പളം വാങ്ങിക്കുന്ന പോലെ തന്നെ. അപ്പം അവിടെ ഒരു ലിമിറ്റാണ് അദ്ദേഹത്തിൻ്റെ ലൈഫിൽ. അതിനപ്പുറം പുള്ളി കണ്ടിട്ടില്ല, എന്താകുമെന്ന് അറിയത്തില്ല. പുള്ളിയുടെ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ യോഹന്നാനും പത്രോസും അവിടെ നോക്കി അവരോട് വല്ലതും കിട്ടുമെന്ന് വിചാരിച്ച് പുള്ളിയുടെ ഡ്യൂട്ടി ചെയ്തു. പുള്ളിയുടെ ഡ്യൂട്ടി എന്തുവാ? പൈസ വാങ്ങിക്കുക, ഭിക്ഷ യാചിക്കുക, കളക്ഷൻ ആകുമ്പോൾ ആരെങ്കിലും കൊണ്ട് വീട്ടിലാക്കും വൈകിട്ട്. പുള്ളി ആ ജോലി തന്നെ ചെയ്തുകൊണ്ടിരുന്നു. പുള്ളിക്ക് അതിനപ്പുറം ഒന്നും പുള്ളി കണ്ടിരുന്നില്ല. കാര്യം എന്തുവാ? മനുഷ്യൻ്റെ ഒരു തോട്ട് പ്രോസസ്സിൽ ഒരു ലിമിറ്റേഷനുണ്ട്. ഇന്ന് നിങ്ങൾ എന്തൊക്കെയൊക്കെ ആയി ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി, ഏതായാലും കർത്താവിൻ്റെ കൃപയാ ഇങ്ങനെ നടക്കുന്നുണ്ടല്ലോ. സത്യമാണ്, കർത്താവിൻ്റെ കൃപ തന്നെയാണ്. പക്ഷെങ്കിൽ കർത്താവിൻ്റെ ജ്ഞാനത്തിന് ലിമിറ്റ് ഇല്ല പ്രിയമുള്ളവരെ. നിങ്ങൾക്ക് നാളെ ഇതിലും ബെറ്ററായിട്ട് ഒരു കാര്യം ഇല്ല എന്ന് നിങ്ങൾ ധരിക്കരുത്. അത് കർത്താവിൻ്റെ നോളജിന് അഗൻസ്റ്റാണ്. അത് നമ്മുടെ അറിവിൽ നിൽക്കുമ്പോഴാണ് ആ ലിമിറ്റേഷൻ വരുന്നത്. ഇവിടെ ഈ മുടന്തനായ വ്യക്തി പുള്ളിയുടെ അറിവിലാണ് പുള്ളി ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അവിടെ ഒരു കാര്യം പുള്ളിക്ക് കിട്ടി. പത്രോസ് യോഹന്നാനോടും പുള്ളിയുടെ ഡ്യൂട്ടി ചെയ്യുക, ഭിക്ഷ അയച്ചുകൊണ്ടിരുന്നപ്പോഴേ. അപ്പോൾ പത്രോസും യോഹന്നാനും പുള്ളിയെ നോക്കി പറഞ്ഞത്, നീ ഉദ്ദേശിക്കുന്ന സാധനം തരാൻ എൻ്റെ കയ്യിലില്ല, പക്ഷേ അതിലും മഹത്വരമായ ഒരു കാര്യം എൻ്റെ കയ്യിലുണ്ട്. എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, അത് യേശു ക്രിസ്തുവിനെയാണ്. ഹല്ലേലൂയ. ആ കർത്താവിനെ കിട്ടിയപ്പോൾ അവിടെ സംഭവിച്ചൊരു കാര്യം, ജന്മനാ മുടന്തനായി ഇരുന്നവൻ നടക്കാൻ തുടങ്ങി. അവൻ്റെ കുടുംബക്കാരോ ദേശക്കാരോ അവനെ അറിയാവുന്നവരോ ഈവൻ അവൻ പോലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ഉയർച്ച അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. എന്നും കിട്ടുന്ന പൈസയിൽ ചില ദിവസം കൂടുതൽ പൈസ കിട്ടി വലിയ സന്തോഷം ഉണ്ടായേക്കാം. അതിൽ കൂടുതലൊന്നും അവൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. പക്ഷെങ്കിൽ കർത്താവിൻ്റെ വിസ്ഡം അതിനൊക്കെ മുകളിലാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് നമ്മുടെ സാഹചര്യം വെച്ചിട്ട് നമ്മൾ ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാകാം. പക്ഷെങ്കിൽ കർത്താവിൻ്റെ ജ്ഞാനം അതിലൊക്കെ മുകളിലാണ് പ്രിയമുള്ളവരെ. അതുകൊണ്ട് മുന്നോട്ട് നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ സ്വപ്നങ്ങളെ, നിങ്ങളുടെ ആഗ്രഹങ്ങളെ കർത്താവിൽ സമർപ്പിക്കുക. അവൻ വലിയവനാ. അവൻ്റെ അറിവിന്, അവൻ്റെ ജ്ഞാനത്തിന് ഒരു ലിമിറ്റുമില്ല. അവിടെ നമ്മൾ വലിയ കാര്യങ്ങൾ കാണുവാൻ കർത്താവ് ഇടവരുത്തും. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കും. God bless you.